റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ ഫിഖ്ഹ് 4ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത്. ഇവിടെ 1ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. അതിൽ 1ാമത്തെ ചോദ്യം എന്താ? ഇസ്തിൻജാ എന്നാൽ എന്ത്? ഇസ്തിൻജാ എന്നാൽ എന്ത് എന്നാണ്. അതിൻ്റെ ആൻസർ പാഠഭാഗത്ത് തുടക്കത്തിൽ എന്നത് പറയുന്നു. എന്താ ഇവിടെ മുതൽ മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജ അഥവാ ശൗചം ചെയ്യൽ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മുതൽ ശുദ്ധിയാക്കുന്നതിന് വരെ മതി. ഇതാണ് 1ാമത്തെ ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യം എന്താ? ഏതുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം? എന്തൊക്കെ കൊണ്ട് ശൗചം ചെയ്യാം എന്നാണ് പറയുന്നത്. അത് പാഠഭാഗത്ത് തന്നെ ഒരു 3 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 2ാമത്തെ ബോക്സ് നോക്കൂ. ഇതിലൂടെ പറയുന്നുണ്ട് ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ. അതിലെന്താ പറയുന്നത്? തഹൂറായ വെള്ളം, നജസ്സിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല്, ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ. അപ്പോൾ ഇതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി 3ാമത്തെ ചോദ്യം എന്താ? ഇസ്തിൻജാ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം? ഇസ്തിൻജാ ഹറാമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ശൗചം ചെയ്യാൻ പാടില്ലാത്ത വസ്തുക്കൾ ഏതൊക്കെ എന്നാണ്. അത് പാഠഭാഗത്ത് ആ ബോക്സിൽ 3ാമത്തെ ബോക്സ് അതിലത് പറയുന്നു. അവിടെ പറയുന്നുണ്ട് ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തു, എല്ല്. ഇത് 3ആണ് എഴുതേണ്ടത്. ഇതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി 2ാമത്തെ ആക്ടിവിറ്റി ശൗചം ചെയ്യുന്നതിൻ്റെ വിധി പറയാം. അതിൽ 1ാമത്തത് പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ ശൗചം ചെയ്യുന്നതിൻ്റെ വിധി എന്താ? അത് പാഠഭാഗത്തിലെ 1ാമത്തെ ബോക്സിൽ അത് പറയുന്നു. പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ വാജിബ്, നനവില്ലെങ്കിൽ സുന്നത്ത്, കാറ്റാണെങ്കിൽ കറാഹത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കറാഹത്ത് എന്നാണ് ആൻസർ. കറാഹത്ത്. 1ാമത്തത് പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ അതിൻ്റെ ആൻസർ കറാഹത്ത്. ശൗചം ചെയ്യുന്നതിൻ്റെ വിധി കറാഹത്ത്. 2ാമത്തത് നനവുള്ള നജസ്സാണെങ്കിൽ, പുറപ്പെട്ടത് നനവുള്ള നജസ്സാണെങ്കിൽ അതെന്താ? അത് ഫസ്റ്റ് തന്നെ പറയുന്നു. പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ വാജിബ്. അപ്പോൾ ഇതാണ് 2ാമത്തത്. ഇതൊന്ന്. അപ്പോൾ വാജിബ് എന്ന് എഴുതാം. പിന്നെ 3 നനവില്ലെങ്കിൽ അത് 2ാമതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നനവില്ലെങ്കിൽ സുന്നത്ത്. അപ്പോൾ അതാണ് 3ാമത്തത്. അപ്പോൾ ഇവിടെ സുന്നത്ത് എന്ന് എഴുതാം. ഇനി 4 ഭക്ഷ്യവസ്തു കൊണ്ട് ശൗചം ചെയ്യുന്നതിൻ്റെ വിധി എന്താ? അത് നമ്മൾ 3ാമത്തെ ബോക്സിൽ ഇവിടെ പറയുന്നുണ്ട്. ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ. അതിൽ ഭക്ഷ്യവസ്തു ഉണ്ടല്ലോ. ഭക്ഷ്യവസ്തു ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഹറാം എന്നാണ്. ഇനി 5ാമത്തത് വലതു കൈകൊണ്ട് ശൗചം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? അത് പേജ് നമ്പർ 13 അതിൽ ആ 3ാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുന്നതിൻ്റെ ലാസ്റ്റ് കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കറാഹത്ത് എന്നുള്ളതാണ് 5ൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് കറാഹത്ത് എന്ന് എഴുതാം. അപ്പോൾ ഇതൊക്കെയാണ് ശൗചം ചെയ്യുന്നതിൻ്റെ വിധികളായിട്ട് ഇവിടെ എഴുതേണ്ടത്. ഇനി 3ാമത്തെ ആക്ടിവിറ്റി എന്താ? വ്യക്തമാക്കാം. അതിൽ 1ാമത്തത് വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? ശൗചം ചെയ്യുമ്പോൾ വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? അത് പാഠഭാഗത്തിൽ 2ാമത്തെ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? തഹൂറായിരിക്കണം. അതാണ് 1ൻ്റെ ഉത്തരം. 2 എന്താ? കല്ല്, ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളവയായിരിക്കണം? കല്ലുകൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെയാണ് ശൗചം ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കണം? അതതിൻ്റെ തൊട്ട് താഴെ പറയുന്നു. നജസ്സിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല്, ടിഷ്യൂ പേപ്പർ പോലെയുള്ള. അപ്പോൾ നജസ്സിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള, അത്ര എഴുതിയാൽ മതി. നജസ്സിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ളതായിരിക്കണം എന്നെഴുതാം. ഇനി 3ാമത്തെ ചോദ്യം വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാഹ് പറ്റുകയുള്ളൂ എപ്പോൾ? വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാഹ് പറ്റുകയുള്ളൂ എപ്പോൾ? അത് പേജ് നമ്പർ 13 3ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാഹ് പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉത്തരം നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് മതി. അതാണ് 3ൻ്റെ ആൻസർ.
ഇനി നാലാമത്തെ ചോദ്യം എന്താ? ശുദ്ധിയാകുന്നത് വരെ തടവണം എപ്പോൾ? ശുദ്ധിയാകുന്നത് വരെ തടവണം എപ്പോൾ? അതിൻ്റെ ഉത്തരം അതേ പേജിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഫസ്റ്റ്, ടിഷ്യൂ പേപ്പർ കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ്. അപ്പോൾ എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അവിടെ മുതൽ തുടങ്ങുക. ടിഷ്യൂ പേപ്പർ കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ അത്ര എഴുതാം. അതാണ് നാലാമത്തെ ഉത്തരം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി അർത്ഥസഹിതം പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലാഹുമ്മ ത്വഹിർ ഖൽബി. പാഠഭാഗത്ത് ഏറ്റവും അവസാനത ഹദീസ് ഇവിടെ ഉണ്ട്. നോക്കൂ, എന്താ? അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. ഇതാണ് അത് ചൊല്ലാനുള്ളത്. അപ്പോൾ അത് അറബി അതങ്ങനെ എഴുതി വെക്കാം. അതിൻ്റെ അർത്ഥം അവിടെ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, എൻ്റെ ഹൃദയം കാപഢ്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവൃത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അറബിയും അർത്ഥവും ഈ ഭാഗത്ത് എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.